നമ്മൾ ഓർക്കുന്നത്, രണ്ടാമത് ഓർക്കുന്നത് അവിടുത്തെ മകളായ സൈനബിനെയാണ്. കഷ്ടപ്പാടുകളേറെ സഹിച്ച സൈനബ്, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുത്ത സൈനബ്. ഉമ്മു കുൽഥൂം എന്ന മകളെക്കുറിച്ച് റസൂല് പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വേണ്ടി ഏറെ സഹിച്ച എൻ്റെ ഉത്തമയായ മകളാണ് ഉമ്മു കുൽഥൂം. രണ്ടാമത്തെ മകളായ സൈനബിനെ വിവാഹം ചെയ്തത് അബുൽ ആസ് ഇബ്നു റബീഅ്, അതും ഒരു മുശ്രിക് കുടുംബത്തിലെ അംഗം. എത്ര പേർക്ക് ഈ സംഭവങ്ങൾ അറിയാം? എത്ര പേര് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സദസ്സിൽ? നബിയുടെ മകൻ മരുമകൻ എന്ന് പറയുമ്പോ സഹാബികളെ പോലെ എന്നായിരിക്കും പലരും ചിന്തിച്ചിരിക്കുക. സ്വന്തം മകളുടെ ഭർത്താവിൽ നിന്ന് പോലും ഭീഷണികളും എതിർപ്പുകളും പരിഹാസവാക്കുകളും ഏറ്റെടുക്കേണ്ടി വന്ന, ലോകത്തെ ഏറ്റവും വിഷമങ്ങളെ ഏറ്റെടുത്ത തിരുദൂതരാണ് കരുണാവാൻ നബി മുത്തുരത്നമായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചരിത്രങ്ങൾ പലരും പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല. പലരും അതൊന്നും ഗൗരവത്തോടെ എടുത്തിട്ടില്ല. ഈ വിനീതൻ ആഗ്രഹിക്കുന്നു, ജീവിതത്തിൽ വർഷങ്ങളേറെ ലഭിക്കുമെങ്കിൽ, ജീവിതത്തിൽ പറയാൻ ആണ്ടുകളും അവസരങ്ങളും അല്ലാഹുവേ തരുമെങ്കിൽ, ഇവന്റെ നാവിനും ഇവന്റെ കൈക്കും നിന്റെ റസൂലിനെ വാഴ്ത്താനും പറയാനും എഴുതാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ ആയിസതിന് നീക്കി വെക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാൽ തീരാത്ത കഥയുമായി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർത്താൽ തീരാത്ത ഇതിഹാസം പോലെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബിന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ്. അങ്ങനെ അബുൽ ആസ് ഒരു യുദ്ധത്തിൽ സഹാബികൾ അയാളെ തടവുകാരനായിട്ട് പിടിച്ചു. ഒന്നോർത്തു നോക്കൂ, മകളുടെ ഭർത്താവ് തടവുകാരനായിട്ട് സഹാബികൾ പിടിച്ചു. ആ സമയത്ത് മദീനയിലേക്ക് അതാ സൈനബ് കടന്നു വരികയാണ്. പരിശുദ്ധ നബിയുടെ മകൾ വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങയോട് യാചിക്കുകയാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാള് ഈ മുശ്രിക് വിഭാഗത്തിൽപ്പെട്ട ആളെങ്കിലും എന്റെ ഭർത്താവായതുകൊണ്ട് ഞാൻ അയാളുടെ മോചനത്തിന് വേണ്ടി അങ്ങയോട് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോചനത്തിന് സഹാബികൾ ഓരോരുത്തർക്ക് തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുക പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ വേണ്ടിയുള്ള തുകയാണ്. അതുകൊണ്ട് സൈനബ് തന്റെ മടി തപ്പാൻ തുടങ്ങി. പിതാവിന്റെ മുമ്പിൽ മടി തപ്പുന്ന സൈനബ് പരിശുദ്ധനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറ്റുനോക്കി സൈനബിനെ, മോളെ നീ എന്താണ് തപ്പുന്നത്? എന്റെ പ്രിയപ്പെട്ട പിതാവേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മോചനത്തിനുള്ള സാധനം തപ്പുകയാണ്. മടിയിൽ നിന്നൊരു ആഭരണം എടുത്തുകൊണ്ട് തന്റെ മഹറിന്റെ മാല സൈനബ് ഉയർത്തിക്കാട്ടി. ആ മഹറിന്റെ മാല കാണേണ്ട താമസം പരിശുദ്ധ നബിയുടെ രണ്ട് കണ്ണുകളും കണ്ണുനീര് കൊണ്ട് നനഞ്ഞുപോയി. അവിടുത്തെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി. മോളെ സൈനബ്, ഇത് ഉമ്മയുടെ മാലയല്ലയോ? ഇത് ഖദീജ നിനക്ക് മഹറിന് തന്നതല്ലയോ? ഞാൻ എന്റെ ഖദീജയെ ഓർത്തുപോയി മോളെ. ഈ മാല നിനക്ക് എവിടുന്ന് കിട്ടിയത് നീ കൊടുക്കാൻ പാടില്ല മകളെ. ഇത് നീ നിന്റെ കയ്യിൽ തന്നെ വെക്കുക എന്ന് പറഞ്ഞ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നി ആദ്യത്തെ വഹയുമായി ഹിറാ ഗുഹയിൽ നിന്നോടിയപ്പോൾ, സമ്മിലൂനി ഖദീജ, സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ടു മൂടൂ ഖദീജ, എന്നെ പുതപ്പിട്ടു മൂടൂ എന്ന് പറഞ്ഞ എല്ലാം സഹിക്കാൻ കൂടെ നിന്ന ഖദീജ. ആ ഖദീജ മകൾക്ക് കൊടുത്ത മഹറിന്റെ മാലയാണ് മകൾ സ്വന്തം ഭർത്താവിന്റെ മോചനത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ആ മാല തിരിച്ചു കൊടുത്ത് വേറെ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിക്കുകയാണ്. സൈനബ് ഹിജ്റ പോരുന്ന വഴിക്ക് ആക്രമിക്കപ്പെട്ടു. ശത്രുക്കൾ സൈനബിനെ പിടികൂടി. ആലോചിച്ചു നോക്കൂ, നബിയുടെ മകളുടെ വയറ്റത്ത് ചവിട്ടി ഗർഭത്തിലുണ്ടായിരുന്ന കുട്ടി അലസിപ്പോയി. സൈനബിന് മുറിവേറ്റു. ആ മുറിവിന്റെ കാരണമായിട്ട് നബിയുടെ മകളായ സൈനബി ലോകത്തോട് വിട പറഞ്ഞുപോയി. സൈനബ് ഒട്ടും താമസിയാതെ വഫാത്തായി. നബിയുടെ മകളായ സൈനബിനെ കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്, ആ മുറിവ് പറ്റിയ ശേഷം അവശയായി സൈനബ്, പാവമായി സൈനബ്, ശരീരം ക്ഷീണിച്ചു പോയി സൈനബ്. സൈനബ് മരണപ്പെട്ട ശേഷം സൈനബിന്റെ ദേഹം കൊണ്ടുപോയി പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കിയിട്ട് മടങ്ങുകയാണ്. മണ്ണ് വാരിയിട്ട് മകളുടെ ദേഹത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് നബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്ത ഒരു ദുആ ചരിത്രകാരൻ
മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ പാതിരാവിലും ഓർക്കണം സഹോദരങ്ങളെ. അല്ലാഹുവേ, എന്റെ മകള് സൈനബ് അവശയാണ്, അവള് പാവമാണ്, അവളെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണമേ തമ്പുരാനെ. നബിയുടെ സ്വന്തം മകളായിട്ട് പോലും കാര്യമില്ല, ഖബറിലെ ശിക്ഷയുടെ കാര്യത്തിൽ മകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് കെഞ്ചുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇന്നെത്ര പേർക്ക് മരണത്തെ ഓർക്കാൻ സമയമുണ്ട്? ഇന്നെത്ര പേർക്ക് മരണത്തെ ഓർക്കാൻ സമയമുണ്ട്? ഇന്നെത്ര ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അതിന് അവസരമുണ്ട്? ഗൾഫിൽ നിന്ന് വന്ന സഹോദരൻ പെട്ടി കൊലായിൽ വെച്ചിട്ട് കാത്തു നിൽക്കുന്ന മക്കൾക്കും ബന്ധുക്കൾക്കും ഭാര്യ കുടുംബാദികൾക്കുമിടയിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കുടുംബത്തെ ഇമ്പത്തോടെ കാണാൻ കാത്തിരിക്കുന്ന സമയത്ത് ഒരു വെള്ളം കുടിച്ചങ്ങിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണമുണ്ടായിട്ട് മരിക്കുന്നു, കാരണമില്ലാതെ മരിക്കുന്നു, രോഗം കൊണ്ട് മരിക്കുന്നു, രോഗമില്ലാതെ മരിക്കുന്നു. എന്തൊക്കെ പ്രയാസങ്ങളുടെയും പ്രാരബ്ധങ്ങളുടെയും കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം മകളെ അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണേ. അപ്പൊ സൈനബിന് വേണ്ടി റസൂലിന്റെ ഒരു തേട്ടം വേണം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ. നബിയുടെ മകൾക്ക് പോലും പിതാവായ റസൂലിന്റെ തേട്ടം വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ എത്ര ഭീകരമാണ്, ഖബറിലെ അവസ്ഥ എത്ര വലുതാണ്. മരണം ഓർക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് നന്നാകുന്നത്. ഈ നബി മരണത്തെ ഓർക്കാൻ പഠിപ്പിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹീഹ അഹ്മദ് ഉഹീ മുഹമ്മദ് ഉഹീഹ മഹ്മൂദ് വഹ ഹാമിദ്. ഇത് തന്നെയാണ് അഹ്മദ്, ഇത് തന്നെയാണ് മുഹമ്മദ്, ഇത് തന്നെയാണ് മഹ്മൂദ്, ഇത് തന്നെയാണ് ഹാമിദ്. ഹമീദ് വോ ഹേ സയ്യിദ് വോ ഹേ ഈ നബി തന്നെ സഈദ് എന്ന ഭാഗ്യവാൻ, ഈ നബി തന്നെ ഹമീദ് എന്ന പ്രശംസിക്കപ്പെടുന്ന പ്രശംസക്ക് പാത്രീഭൂതൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് വസ്സലാമു അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മേൽ ചൊല്ലുന്ന സലാമുണ്ടല്ലോ, അഫ്ളലു മിൻ ഇത്ഖിർ റിഖാബ്, മോചനത്തേക്കാൾ ശ്രേഷ്ഠമായതാണ്. വഹുബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടുള്ള സ്നേഹമുണ്ടല്ലോ അത് നഫ്സിനേക്കാൾ വിലപ്പെട്ടതാണ്. വമിനൽ ളർബി ബിസ്സൈഫ്, അത് പ്രഹരം, സമരത്തിന്റെ ജിഹാദിന്റെ പ്രഹരത്തേക്കാൾ വിലപ്പെട്ടതാണ്. അദിബു ഔലാദക്കും അലാ തലാത്തി ഖിസാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ 3 കാര്യം പഠിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം ഹുബ്ബ് നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബിയുടെ സ്നേഹമാണ് നിങ്ങളുടെ ഇളം തലമുറയെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നതാരെന്നറിയുമോ? അത് നബി തന്നെയാണ്, മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾക്ക് നമ്മുടെ ഈ പരിപാടിയുടെ സന്ദേശത്തെ അത് അർഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ? എങ്കിലും ഞാൻ പറയാം, ഇത് വിവരം വിളമ്പാനുള്ള സദസ്സല്ല, ഇത് പ്രസംഗത്തിന്റെ സദസ്സല്ല. പ്രസംഗത്തിന്റെ കേമത്വം കൊണ്ടല്ല ആളുകൾ വരുന്നത്. അങ്ങനെ ഒരു കേമത്വം ഒരാൾക്കുമില്ല, അങ്ങനെ ഒരു കേമത്വം കൊണ്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടൊരു പ്രയോജനമില്ല. അങ്ങനെ ഒരു ആളുടെ സംസാരത്തിന് വേണ്ടി ഇത്ര ആൾ ഒരുമിച്ച് കൂടില്ല. ഇപ്പോഴും ചിലർക്ക് അത്ഭുതമാണ്, എന്തത്ര ആള് വരുന്നത്. ഈ വിനീതന ആളുകളുടെ ശങ്ക തീർക്കുകയാണ്. അത് പ്രസംഗത്തിന്റെ മാധുര്യമല്ല, അത് പ്രസംഗിക്കുന്നവന്റെ കഴിവല്ല, മിഴിവല്ല. അങ്ങനൊരു കഴിവ് ഈ ലോകത്ത് ആർക്കുമില്ല. ഈ ലോകത്ത് കഴിവുകൾ അള്ളാഹുവിനുള്ളതാണ്, അവൻ കൊടുക്കുന്നതല്ലാതെ ഒന്നുമില്ല. അവൻ നല്ല കാര്യങ്ങൾക്ക് നബിയെ മദ്ഹ് ചെയ്യാൻ നമുക്ക് കഴിവ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹത്തായ സംരംഭത്തിന്റെ ആകത്തുകയും ഇതിന്റെ കഴമ്പും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾക്ക് സലാത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദീനിനെ കുറിച്ചുള്ള പഠനത്തിന്റെ കമ്മിയാണ്, അറിവിന്റെ പോരായ്മയാണ്. ഇതൊരാൾ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് കൽപ്പിച്ചതല്ല, ഇതൊരു പണ്ഡിതന്റെ കിതാബിലെ അഭിപ്രായമല്ല, ഇതൊരു ശൈഖിന്റെ വാക്കല്ല. ഇത് അല്ലാഹു അവന്റെ ഗ്രന്ഥമായ ഖുർആനിലൂടെ കൽപ്പിച്ചതാണ്.
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്തും സലാമും വർഷിക്കുക മുഅ്മിനുകളെ. പറഞ്ഞു പഠിപ്പിക്കുന്നതാരാണ്? അല്ലാഹു ഖബ്ല കുല്ലി ഷൈഇൻ അല്ലാഹു ബഅദ കുല്ലി ഷൈഇൻ. എല്ലാറ്റിന്റെ മുമ്പിലും അല്ലാഹ്, എല്ലാറ്റിന്റെ പിമ്പിലും അല്ലാഹ്. ഈ ഒരുമിച്ച് കൂട്ടിയതും അല്ലാഹ്, കാലാവസ്ഥ മാറ്റുന്നതും അല്ലാഹ്. ഇന്നലെ ചുറ്റുവട്ടത്തും മഴ പെയ്യുമ്പോ മദീനയിലേക്കുള്ള പാത ഒരുങ്ങാൻ ഈ കടപ്പുറത്തൊരു തുള്ളി മഴ പെയ്യാതെ ആളുകളെ ഇവിടെ കൂട്ടി ഒരുമിച്ച് കൂട്ടി തന്റെ നബിയുടെ മദ്ഹിന് റോഡ് മുഴുവൻ പുഴയായി മാറിയ മഴ ഇന്നലെ പെയ്തപ്പോഴും ഈ സദസ്സിനെ അനുഗ്രഹിച്ച് ഈ സദസ്സിനെ ബർക്കത്തിൽ നിർത്തിയതും അല്ലാഹ്, ചൂടിനെ തണുപ്പിക്കുന്നതും നീ തന്നെ അല്ലാഹ്. അല്ലാഹു ഖബ്ല കുല്ലി ഷൈഇൻ അല്ലാഹു ബഅദ കുല്ലി ഷൈഇൻ. എല്ലാറ്റിന്റെ മുമ്പിലും അല്ലാഹ്, എല്ലാറ്റിന്റെ പിന്നിലും അല്ലാഹ്. എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്നതല്ലാഹ്. അവനാണ് കൽപ്പിക്കുന്നത് എന്റെ നബിയുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. കോഴിക്കോട് കടപ്പുറത്തെ മദീനയിലേക്കുള്ള പാതയിൽ സമ്മേളിച്ച ആണുങ്ങളെ, പെണ്ണുങ്ങളെ, അള്ളാഹു ചെയ്യുന്ന ഒരു പണി ചെയ്തിട്ട് മരിക്കണമെന്ന് നിങ്ങൾക്ക് മോഹമില്ലേ? ഉണ്ടോ? എങ്കിൽ അത് നിസ്കാരമാകാൻ തരമില്ല. കാരണം അള്ളാഹുവിന് നിസ്കാരമില്ല. നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. പിന്നെ അള്ളാഹു ആർക്ക്? അവൻ എന്ത് നിസ്കാരം? അത് നോമ്പാകാൻ തരമില്ല. നമുക്കേ നോമ്പുള്ളൂ, അള്ളാഹുവിന് എന്ത് നോമ്പ്? അവൻ എന്ത് അന്നവും തീറ്റയും അത് വെടിയലുമില്ല. അത് ഹജ്ജാകാൻ തരമില്ല. നമുക്കേ ഹജ്ജുള്ളൂ, അവന് ഹജ്ജില്ല. അത് സുജൂദാകില്ല. സുജൂദ് അങ്ങേയറ്റം ഉത്കൃഷ്ടമായ ഇബാദത്താണെങ്കിലും അത് നിങ്ങൾക്കും എനിക്കുമേ ഉള്ളൂ, പടപ്പിനേ ഉള്ളൂ, പടച്ചവനില്ല. നോമ്പ് നമുക്കേ ഉള്ളൂ, സൃഷ്ടാവിനില്ല. സദഖ നമുക്കേ ഉള്ളൂ, എല്ലാം നമുക്കേ ഉള്ളൂ. സക്കാത്ത് നമുക്കേ ഉള്ളൂ. ദിക്ർ ചൊല്ലുന്നത് നമ്മൾ അള്ളാഹുവിന്റെ ദിക്റാണ്. അതുകൊണ്ട് അള്ളാഹു ആർക്ക് വേണ്ടി ദിക്ർ ചെല്ലാൻ അതും നമുക്കേ ഉള്ളൂ, അവനില്ല. പക്ഷെ അവൻ ചെയ്യുന്ന ഒരേ ഒരു പണി നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ സാധിക്കുമെങ്കിൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സത്യവിശ്വാസികളെ നിങ്ങളും ചൊല്ലുക. വല്ലാത്തൊരു വാക്കാണ്, വല്ലാത്ത വിഷയമാണ്. അതിന്റെ പൊരുളുകൾ വിശദീകരിക്കാൻ 1000 ആണ്ട് പോലും തികയില്ല. അത് വമ്പിച്ച ഒരു രഹസ്യമാണ്. അതൊരു വലിയ തത്വമാണ്, വലിയൊരു സിദ്ധാന്തമാണ്. എന്തിനായിരിക്കണം അല്ലാഹു അവന്റെ നബിക്ക് മേൽ സ്വലാത്ത് വർഷിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗലത്ത് ഹെ ബഡി ചീസ് ന സർവത്ത് ഹെ ബഡി ചീസ്. സമ്പത്തൊന്നും അല്ല ഈ ലോകത്ത് വലുത്. ന ഇസ്സത്ത് ഹെ ബഡി ചീസ് ന ശുഹറത്ത് ഹെ ബഡി ചീസ്. ഇസ്സത്തും അല്ല വലുത്, പ്രശസ്തിയും പ്രസിദ്ധിയല്ല വലുത്. കൗസർ ഹെ ബഡി ചീസ്, ഹൗദുൽ കൗസറാണ് ഏറ്റവും വലുത്. ന ജന്നത്ത് ഹെ ബഡി ചീസ്, ആ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ സ്വർഗത്തിന് പോലും അതിനേക്കാൾ വലിയ വിലയില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഉമ്മത്തി അവന്റെ നായകനായ പരിശുദ്ധ റസൂലിനെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരിപാടിയിൽ പങ്കെടുത്തവരുടെ മുമ്പിൽ ഈ വിനീതൻ ഒരു സന്തോഷ വാർത്ത പങ്കിടാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞു. അല്പം മൗനത്തോടെ ആലോചിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊക്കെ പോയ ശേഷം പിന്നെ എന്റെ ഉമ്മത്തീങ്ങളിൽ ചിലർ വരും. അവരെന്നെ വല്ലാതെ സ്നേഹിക്കും. അതിൽ പെടാൻ ആഗ്രഹമുള്ളവരുണ്ടോ? അതിൽ പെടാൻ ആഗ്രഹമുള്ളവർക്കുള്ള വിളിയാളമാണ് മദീനയിലേക്കുള്ള പാത. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആർക്കാ ശങ്കള്ളത്? ആർക്കാ ശങ്കള്ളത്? ഇവിടെ നേരത്തെ ഉദ്ധരിച്ചില്ലേ, സ്വലാത്ത് ചൊല്ലുമ്പോ അഹ്സിനുസ് സ്വലാത്ത. ഒരു സഹാബി പറയാണ്, നന്നായിട്ട് ചൊല്ലണം. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങൾ അറിയില്ല, നബിയുടെ മുമ്പിൽ എത്തുന്ന സാധനമാണ് നിങ്ങൾ ചൊല്ലുന്ന ആ സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. കടപ്പുറത്തുനിന്ന് പാർസലാണ്, മദീനയിലേക്കുള്ള പാതയിൽ നിന്ന് മദീനയിലേക്ക് പാർസലാണ്. കെട്ടുകെട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. ഇന്നിൽ തയാറിഹ സബാ
യൗമൻ ഇലാ അർദിൽ ഹറം ഇന്നിൽ തയാറിഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം. എന്നെ തലോടാൻ വരുന്ന ഇളം കാറ്റേ, എന്നെങ്കിലും നീ അടിച്ചു വീശിയിട്ട് റൗള ഷരീഫിന്റെ മണ്ണിലെത്തുമോ? ബല്ലിഗ് സലാമീ റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. ബഹുമാനപ്പെട്ട നബി പാർക്കുന്ന, ആദരണീയനായ നബി പാർക്കുന്ന റൗളയിൽ എന്റെ സലാമിനെ കൊണ്ടുപോയിട്ട് എത്തിക്കുമോ ഇളങ്കാറ്റേ? മൻ വജ്ഹുഹു ശംസുൽ ദുഹാ മൻ ഹദ്ദുഹു ബദ്റുദ്ദുജാ. ഏതൊരു നബിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്നറിയുമോ ഇളങ്കാറ്റേ? മൻ വജ്ഹുഹു ശംസുൽ ദുഹാ, അവിടുത്തെ മുഖം സൂര്യനെ പോലെ ജ്വലിക്കുന്ന മുഖമാണ് ഇളങ്കാറ്റേ. മൻ ഹദ്ദുഹു ബദ്റുദ്ദുജാ, അവിടുത്തെ പൂർണ്ണമാക്കപ്പെട്ട ചന്ദ്രനെ പോലെ ജ്വലിക്കുന്നതാണ് അവിടുത്തെ കവൾത്തടം ഇളങ്കാറ്റേ. മൻ ദാതുഹു നൂറുൽ ഹുദാ മൻ കഫുഹു ബഹറുൽ ഹിമം മൻ ദാതുഹു നൂറുൽ ഹുദാ. സന്മാർഗത്തിന്റെ വെളിച്ചമാണ് ആ നബിയുടെ സത്ത ഇളങ്കാറ്റേ. മൻ കഫുഹു ബഹറുൽ ഹിമം, ഔദാര്യത്തിന്റെ കടൽ പോലെയാണ് നബിയെ ആ ഇളങ്കാറ്റേ. ആ നബിയുടെ കയ്യ്, ആ കയ്യ് ഔദാര്യത്തിന്റെ ബഹറാണ്. കൊടുത്താലും മതിവരാതെ കൊടുക്കുന്ന കയ്യാണ്. സദഖയുടെ കയ്യാണ്, ദാനത്തിന്റെ കയ്യാണ്. ഔദാര്യമേ ഔദാര്യം, ആ ഔദാര്യം മഴവെള്ളം പോലെ അവിടുത്തെ കൈകളിലൂടെ പെയ്തിറങ്ങുന്നതാണ് ഇളങ്കാറ്റ്. അക്ബാദുനാ മജ്റൂഹത്തുൻ മിൻ സൈഫി ഹിജ്റിൽ മുസ്തഫ. മുസ്തഫാനെ പിരിഞ്ഞിട്ട് അവിടത്തോടുള്ള വിരഹം കൊണ്ട് ഞങ്ങളുടെ കരളുകൾക്ക് മുറിവേറ്റിരിക്കുകയാണ് ഇളങ്കാറ്റ്. അക്ബാദുനാ മജ്റൂഹത്തുൻ മിൻ സൈഫി ഹിജ്റിൽ മുസ്തഫ. മുസ്തഫാനെ പിരിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കരളുകൾ മുറിവേറ്റതാണ്. തൂബാ ഇലൈ ലിഅഹ്ലി ബൽദത്തിൻ ഫീഹൻ നബിയുൽ മുഹ്തറം. ആദരണീയനായ നബി പാർക്കുന്ന നാടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാട് അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട നാടാണ്, പരിശുദ്ധ നബി പാർക്കുന്ന നാട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനോടൊത്ത് അവിടുത്തെ സ്വർഗത്തിൽ കഴിയാൻ എന്റെ കാലശേഷം, നിങ്ങൾ പോയ ശേഷം കുറെ ആളുകൾ വരും. അവരെന്നെ വല്ലാതെ സ്നേഹിക്കും, അവരെന്നെ ഒരു നോക്ക് കണ്ടെങ്കിൽ എന്ന് വല്ലാതെ മോഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ പെടാനുള്ള മോഹമുണ്ടോ? എല്ലാവർക്കും ഉള്ളതല്ല ഇതൊന്നും എല്ലാവർക്കും ഉള്ളതല്ല. മണിയറയിൽ ഭാര്യയെ സൽക്കരിക്കുന്ന മാപ്പിള ചെറുപ്പക്കാരെ ജീവിക്കുന്ന, ഭാര്യക്ക് മദ്യം സൽക്കരിക്കുന്ന മാപ്പിള ചെറുപ്പക്കാരെ ജീവിക്കുന്ന ഈ കാലത്ത് ഇതൊന്നും എല്ലാവർക്കും ഉള്ളതാന്ന് എനിക്കും വിശ്വാസമല്ല, നിങ്ങൾക്കും വിശ്വാസം വേണ്ട. ഇതിനൊക്കെ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ് ചിലരെ അവന്റെ നബിയെ സ്നേഹിക്കാൻ, അതിനുവേണ്ടി ഒരുമിച്ച് കൂടാൻ, സലാത്തിനെ വർഷിക്കാൻ. അധർമ്മം വളരുന്ന ഈ ലോകത്ത്, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അധർമ്മം വളരുന്ന ഈ ലോകത്ത് ത്യാഗത്തിന്റെ ഒരു മാല കോർക്കാൻ, ആദർശത്തിന്റെ ഒരു ആലംബം തീർക്കാൻ, ധർമ്മത്തിന്റെ ഒരു പാത വെട്ടാൻ, സത്യത്തിന്റെ ഒരു മണിഗോപുരം പണിയാൻ, നൈതിക ജീവിതത്തിന്റെ ഒരാലംബമേ സൃഷ്ടിക്കാൻ ഈ ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവർ വരും. നബിയുടെ ഹദീസും അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പോയ ശേഷം എന്റെ ഉമ്മത്തീങ്ങളിൽ ചിലർ വരും, അവരെന്നെ വല്ലാതെ സ്നേഹിക്കും, അവരൊരു നോക്ക് കണ്ടെങ്കിൽ എന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കും. യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങനെ മോഹിച്ചു പോകുന്നു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നോക്ക് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കും. സഹാബികൾ ചോദിച്ചു എന്നാണ്, സ്വർഗത്തിൽ അങ്ങ് ഉയർന്ന സ്ഥാനത്താവുമ്പോ ഞങ്ങൾ താഴാവുമ്പോ എങ്ങനെ കാണുക? നബിയോടുള്ള മുഹബ്ബത്തല്ലയോ സഹാബികളെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ശക്തി? സഹീഹായ ഹദീസിന്റെ റിവായത്തുകളിൽ പറയപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തീങ്ങളിൽ പ്രിയപ്പെട്ടവരായ സ്നേഹിക്കുന്നവരെ കാണാൻ സ്വർഗത്തിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങി വരും ഇടയ്ക്കിടെ. എന്നിട്ട് അവരുമായി സ്നേഹം പുതുക്കുകയും പിന്നെ തന്റെ യഥാർത്ഥ ഇരിപ്പിടത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു സഹോദരി വന്നുകൊണ്ട് ആയിഷ ബീവിയുടെ മുമ്പിൽ ഒരു ദിവസം പറഞ്ഞു, എന്നെ ഒന്ന് റൗള കാണിക്കുമോ?
റസൂൽ വഫാത്തായതിന്റെ തൊട്ട് പിറകെ ഒരു സഹോദരിയായ വനിതാ സഹാബി വന്നുകൊണ്ട് പറഞ്ഞു ആയിഷ ബീവിയോട്, എന്നെ ഒന്ന് റൗള കാണിക്കുമോ? നിങ്ങൾക്കറിയുമല്ലോ ആയിഷ ബീവിയുടെ വീട്ടിലാണ് യഥാർത്ഥത്തിൽ റൗള. ആയിഷ ബീവിയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കം ചെയ്തത്. ആയിഷ ബീവി വാതിൽ തുറന്നു. ആ സഹോദരിയെ കൂടെ കൂട്ടി പരിശുദ്ധ നബിയുടെ പത്നി കൊണ്ടുപോവുകയാണ് ഈ വനിതയെ. വാതിൽ തുറന്നുകൊണ്ട് ഇതാ റൗള എന്ന് പറയേണ്ട താമസം ആ വനിതാ സഹാബി അവിടെ തന്നെ വീഴുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹൃദയങ്ങൾ കീഴടക്കുന്ന സുൽത്താനേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം തുടങ്ങുന്നതും അത് കൊണ്ടുപോയി അവസാനിപ്പിക്കേണ്ട പ്രഭവവും അതിന്റെ സമാപനവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷേ ഈ അടുത്ത കാലത്തെ ഒരു സംഭവം കേൾക്കുമ്പോൾ എൻ്റെ സഹോദരന്മാർക്ക് അത്ഭുതം തോന്നിയേക്കും, വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നിയേക്കും. ഉത്തരേന്ത്യയില് ആ ഹിജ്റ 1205 ഹജ്ജിന് പോയ ഒരു കവി കറാമത്ത് അലി ഷഹീദി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം പ്രസിദ്ധമാണ്. അദ്ദേഹം ഒരു കവിയായിരുന്നു. കവി എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം അല്പം തോന്നിവാസിയെപ്പോലെ ജീവിച്ച ആളായിരുന്നു. അച്ചടക്കമില്ലാതെ കണ്ടമാനം എങ്ങനെയോ ജീവിച്ച്, പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ നബിയുടെ മുഹബ്ബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. അതോടെ ആളങ്ങ് മാറി. ഈ പരിപാടി കേട്ടതുകൊണ്ട്, ഈ പരിപാടി പോലുള്ള പരിപാടികളിൽ പങ്കെടുത്ത എത്രയോ സഹോദരന്മാര്, ചെറുപ്പക്കാര് കത്തയക്കുന്നത് ഈ വിനീതൻ ഓർക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടാകാനും സ്നേഹം വർദ്ധിക്കാനും സലാത്ത് പെരുപ്പിക്കാനും ഈ പരിപാടി സഹായകമായി. എങ്കിൽ അല്ലാഹുവേ അതിന്റെ പേരിൽ ഇതിനെ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ തഖബ്ബൽ. വല്ല വീഴ്ചയും വരുന്നുവെങ്കിൽ പുറത്ത് മാഫാക്കിയിട്ട് ആ ഉന്നതമായ നിയ്യത്തിന്റെ ലക്ഷ്യത്തിന്റെ പേരിൽ അല്ലാഹുവേ ഈ മഹത്വമാർന്ന ചടങ്ങിനെ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾക്കും മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഇരുലോകത്തേക്കും കാവലാക്കി തരണേ തമ്പുരാനെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ആ കവിയുടെ പേര് കറാമത്ത് അലി ഷഹീദി എന്നാണ്. കറാമത്ത് അലി ഷഹീദി 1205 ഹിജ്റയിൽ ഹജ്ജിന് പോയി. അദ്ദേഹം 1204 സഫർ 4-ാം തീയതി മക്കയിൽ നിന്ന് മദീനത്തെത്തി. ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവത്തിന്റെ പ്രാധാന്യം, അതിന്റെ ചരിത്രപരത ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം മദീനത്തേക്ക് പുറപ്പെടുമ്പോ ഒരു കവിത എഴുതിയിട്ടാണ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയത്. ഇവിടെ ഇരിക്കുമ്പോ അവിടെ പോയവർ ഓർക്കണം, മനോഹരമായ രംഗങ്ങളുള്ള മദീന, ഈത്തപ്പന പൂക്കുന്ന മദീന, ഈത്തപ്പഴത്തിന്റെ വിവിധ ഇനങ്ങളെ കൊണ്ടുവന്ന് വിൽക്കുന്ന മദീന. അവിടെ ഇപ്പോഴും അങ്ങാടിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഈത്തപ്പഴത്തിൽ ഒരിനം അജ്വ ഈത്തപ്പഴമാണ്. എന്താണ് ആ ഈത്തപ്പഴത്തിന്റെ യോഗ്യത? അത് പരിശുദ്ധ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന അത്ഭുതം ഉറങ്ങുന്ന സ്ഥലം, മദീന രഹസ്യങ്ങൾ ഉറങ്ങുന്ന സ്ഥലം, മദീന ഇരുലോകങ്ങളുടെയും പുളകമാറുന്ന സ്ഥലം. ഒരു മഹാപണ്ഡിതൻ തന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഞാൻ ഏതൻസ് കണ്ടു, ഞാൻ സ്പാർട്ട നഗരം കണ്ടു, ഞാൻ റോമ കണ്ടു, ഗ്രീക്ക് കണ്ടു, അവിടുത്തെ വലിയവരെ കണ്ടു, പിന്നെ ഞാൻ മദീന കണ്ടു. അവിടെ സ്വപ്നം പോലും കിനാവ് കാണുന്നതും ഞാൻ കണ്ടു. സ്വപ്നം പോലും കിനാവ് കാണുന്നതും ഞാൻ കണ്ടു. സ്വപ്നം എങ്ങനെ കിനാവ് കാണാം? സ്വപ്നത്തിനും കിനാവ് കാണാൻ മോഹമുള്ള സ്ഥലമാണ് മദീന. സല്ലല്ലാഹു അലാ മുഹമ്മദ്. കറാമത്ത് അലി ഷഹീദി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കവിത എഴുതി. ഹുയി ഹെ ഹിമ്മത്ത് ആലി മെരി മെഹറാജ് കി താലിബ് മയസ്സർ ഹോ തവാഫെ കാശ് മുജ്കോ തെരി മർഖദ് കാ. നബിയേ, നിങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥാനം ഒന്ന് കാണാൻ എനിക്കൊരവസരം ഉണ്ടാകട്ടെ. കഭി നസ്ദീക് ജാകർ ആസ്ഥാന പർ മിലൂ ആംഖേ. ആ പുണ്യമായ റൗളയോട് ചേർന്ന് നിന്നിട്ട് എന്റെ കണ്ണൊന്ന് അതിന്റെ ചുമരിനോട് ചേർത്ത് പിടിക്കാൻ എനിക്കൊരവസരം ഉണ്ടാകട്ടെ. കഭി ഗർ ദൂർ ബൈഠും കരൂ നസ്സാറ ഗുംബസ് കാ. ആ പച്ചക്കുപ്പ ഒന്ന് കാണാനും മോഹമുണ്ട് നബിയെ. ജസദ് ഹോ ഖിസ്റോ ഈസാ കോ ഹസദ് ഹോ ഖിസ്റോ ഈസാ കോ മേരെ ഏഷെ മുഖല്ലദ് കാ. ഈസാ നബിക്കും ഖിദർ നബിക്കും പോലും എന്റെ ഈ അവസ്ഥ കാണുമ്പോ എന്നോട് അസൂയ തോന്നിപ്പോകും നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന ഉമ്മത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മൂസ എങ്ങാനും എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എന്നെ പിൻപറ്റാൻ മൂസ നിർബന്ധിതനാകുമായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അതുകൊണ്ട് കവി പറയുന്നത് തെറ്റല്ല, ഈസക്കും ഖിദറിനും എന്നോട് ഹസദ് തോന്നിപ്പോകും നബിയെ. മദീനയിൽ വെച്ച് മരണപ്പെടുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേക പ്രാർത്ഥന. എന്റെ മദീനയിൽ വന്നിട്ട് വല്ല വിഷമവും ആർക്കെങ്കിലും ഉണ്ടായിട്ട് ആ വിഷമം വല്ലവരും സഹിച്ചാൽ അവർക്ക് വേണ്ടി നാളെ ഞാൻ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വക ചടങ്ങുകളിൽ നിന്ന് മദീനയോട്, നബിയോടുള്ള ആവേശം, മക്കയോട്, ഹജ്ജിനോട്, തവാഫിനോട്, ഹറമിനോട്, കഅബയോട്, മസ്ജിദുൽ ഹറാമിനോട്, സംസമിനോട്, സഈനോട്, സഫാ മർവ കുന്നുകളോട്, മശ്അറുൽ ഹറാമിനോട്, മിനയോട്, പിന്നെ മദീനയുടെ തൈബ നഗരിയിലെ റൗളയോട്, പച്ചക്കുബ്ബയോട് മുഹബ്ബത്ത് ജനിക്കുന്നുവെങ്കിൽ ഈ കവിത എഴുതിക്കൊണ്ട് കറാമത്ത് അലി ഷഹീദി മദീനയിലേക്ക് പോവുകയാണ്. ഒട്ടകം ഇങ്ങനെ കണ്ട് ആ സെക്കൻഡ് ദാ മദീനയിലേക്ക് പോകുന്ന ഒരാൾ ആദ്യമായിട്ട് പരിശുദ്ധ നബിയുടെ പച്ചക്കുബ്ബ കാണുന്നൊരു മുഹൂർത്തമുണ്ട്. വല്ലാത്ത ഒരു സമയമാണ്. ശരീരത്തിന് ഞരമ്പെന്ന ഒന്നുണ്ടെങ്കിൽ അത് സ്തബ്ധിക്കുന്ന ഒരു സമയമാണ്. ശരീരത്തിൽ ഹൃദയമുണ്ടെങ്കിൽ അത് കോരിത്തരിക്കുന്ന സമയമാണ്. കൈകാലുകൾക്ക് ബലം കുറയുന്ന സമയമാണ്. ആരാണ് ഈ കിടക്കുന്നത്? ആരാണ് ഈ ഉറങ്ങുന്നത്? ഈ വിനീതൻ അല്ലാഹു ചെയ്ത ഒരു നിഅമത്ത് പോലെ ഓർക്കുകയാണ്. റൗള ഷരീഫിന്റെ ചുമരിനോട് സൗദിയിലെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാര് കൊണ്ടുപോയിട്ട്, ആളുകളെ കൊണ്ടുപോയിട്ട് അടുത്ത് നിർത്താത്ത സ്ഥലത്ത് ആ റൗളയുടെ ആ മനോഹരമായ ഗാലിയോട്, അതിന്റെ മനോഹരമായ ഗ്രില്ലിനോട് മുഖം ചേർത്ത് നിർത്തിയ സമയമുണ്ടല്ലോ. ജീവിതത്തിലെ വസന്തമേ, ജീവിതത്തിലെ സൗഭാഗ്യമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കുമ്പോ ഇപ്പോഴും ഓർക്കുന്നു, ഏറെ നിൽക്കാത്തത് മോശമായി പോയി. അവിടെ നിന്നപ്പോ തോന്നിയത് ഏറെ നിൽക്കുന്നത് മോശമാണെന്നാണ്. സഹോദരൻ, ഉമ്മത്തീങ്ങൾ മുഴുവൻ അടുത്തു കൊണ്ടുപോയി നിർത്താൻ കഴിയാത്തൊരു സ്ഥലത്തേക്ക് പരിശുദ്ധ ഹുബ്ബിന് ഇത്ര വലിയ സ്ഥിതിയോ? അള്ളാഹുവിന്റെ നബിയുടെ ഉന്നതമായ മർത്തബയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ അതിനർഹതയുണ്ടോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുന്നത് ഈ സദസ്സിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വെമ്പുന്നവരുടെ മോഹത്തിന് ചിറക് നൽകാനാണ്. ആദ്യമായി മദീനയിലെത്തിയ രാത്രി ആ മസ്ജിദിന്റെ കുബ്ബക്ക് ചുറ്റും രാത്രി ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി നടന്നത് ഓർക്കുകയാണ്. പച്ചക്കുബ്ബ തിളങ്ങി നിൽക്കുന്നു, അതിന്റെ മുകളിൽ നക്ഷത്രങ്ങൾ കണ്ണു ചെമ്മി തുറക്കുന്നു, പൂർണ്ണ ചന്ദ്രനായ അമ്പിളി ആകാശത്ത് വെളിച്ചം തൂകി നിൽക്കുന്നു. മദീന നഗരി ഉറക്കമാണ്. ഉറങ്ങാതെ കറങ്ങുമ്പോ ഓർത്തു, ഈ പച്ചക്കുബ്ബയുടെ മീതയുടെ അല്ലയോ മേറാജിന്റെ രാത്രി അങ്ങ് പറഞ്ഞു പോയത്, പറഞ്ഞത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ ആ നക്ഷത്രങ്ങൾ പോലും കാത്തു നിന്നില്ലയോ? ठहरो ठहरो जरा या मुहम्मद, ठहरो ठहरो जरा या मुहम्मद, हमने जी भर के देखा नहीं है. നക്ഷത്രങ്ങളും ഹൂറുല്ലീങ്ങളും അന്ന് ആകാശത്തിറങ്ങി വന്ന് പാടിയത്ര ടെഹറോ ठहरो ठहरो जरा या मुहम्मद, ഒന്ന് നിൽക്കണേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, हमने जी भर के देखा नहीं है. നല്ലോണം ഒന്ന് കണ്ടോട്ടെ. നല്ലോണം കണ്ടില്ലല്ലോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലായികത്തും ഹൂറുല്ലീങ്ങളും നക്ഷത്രങ്ങൾക്കിടയിലൂടെ ടെഹറോ ടെഹറോ സറാ യാ മുഹമ്മദ്, ഹംനെ ജി ഭർ കെ ദേഖാ നഹീ ഹേ. बेपर्दा हुआ जब हुस्न तेरा യൂസുഫ് ने कहा മാഷാ അല്ലാഹ്. നബിയെ, നിങ്ങളുടെ സൗന്ദര്യം ഒന്ന് മുഴുവനായിട്ട് കാണേണ്ട ഒരു അവസരമുണ്ടായാൽ സാക്ഷാൽ ലോക സുന്ദരനായ യൂസുഫ് പോലും പറഞ്ഞു പോയി മാഷാ അല്ലാഹ്, എന്തൊരു ചൊർക്ക്. ബേപർദ ഹുവ, നബിയെ നിങ്ങളുടെ സൗന്ദര്യത്തിനൊരു മുഖംമൂടിയുണ്ട്, ഒരു മറയുണ്ട് നബിയെ. പൂർണ്ണമായിട്ട് ആ മറ നീങ്ങിയാലോ യൂസുഫ് ने कहा മാഷാ അല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനായി അള്ളാഹു സൃഷ്ടിച്ച യൂസുഫ് പോലും പറഞ്ഞു പോയി മാഷാ അല്ലാഹ്. ഇക് മൈ ഹി നഹീ ഇക് ഈ ഇസ് ജഹാൻ കെ ഹർ പീർ ജവാൻ ഫിദാ ഹേ. ഞാൻ ഒരാളെന്ന യൂസുഫ് മാത്രമല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ആണും പെണ്ണും, ഉയർന്നവനും താഴ്ന്നവനും, പ്രായമുള്ളവനും കുട്ടിയും ഈ സൗന്ദര്യത്തിന്റെ മുമ്പിൽ അത്ഭുത പരതന്ത്രരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ടെഹറോ ടെഹറോ സറാ യാ മുഹമ്മദ്, ഹംനെ ജി ഭർ കെ ദേഖാ നഹീ ഹേ. ഈ സലാത്ത് മുഴങ്ങുന്ന സദസ്സിലെ വിനീതൻ ഒന്നുകൂടി ഓർത്തുകൊള്ളട്ടെയോ, മദീനയുടെ
പച്ചക്കുബ്ബ ആദ്യം കാണുന്ന മുഹൂർത്തം, പിന്നെ മടങ്ങുന്നൊരു സമയമുണ്ട്. മച്ചക്കുബ്ബ കണ്ട് മടങ്ങുമ്പോ മനുഷ്യന് ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഒരു ദുഃഖമെന്ന ഒന്നുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് എന്തോ പിടിച്ചു വലിക്കുന്ന പോലെ, ഈ നഗരിയോട് വിട പറയാൻ സാധിക്കാത്ത പോലെ, ഈ നഗരിയിൽ എന്റെ ഏറ്റവും വിലപ്പെട്ടതുണ്ടല്ലോ, ഈ ഏറ്റവും വിലപ്പെട്ടത് വിട്ടുകൊണ്ട് ഇനി എങ്ങോട്ട് പോകാൻ എന്ന് മനുഷ്യന്റെ കൽബ് ചോദിക്കുന്ന ഒരു നേരം, എന്ത് കുടുംബം, എന്ത് വീട്, എന്ത് നാട്, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ആൾക്കാർക്ക് എന്ത് വില, നിന്റെ ഏറ്റവും വിലപ്പെട്ടത് ഇവിടെയല്ലോ കിടക്കുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനെ 1000 കുതിരശക്തിയോടെ റൗള തിരിച്ചു വലിക്കുന്ന പോലെ, പിടിച്ചു വലിക്കുന്ന പോലെ. പക്ഷേ മനുഷ്യൻ അള്ളാഹുവിന്റെ തഖ്ദീറിൽ ജീവിക്കാൻ നിർബന്ധിതനാണ്, അവൻ മടങ്ങാൻ നിർബന്ധിതനാണ്. ആ സമയത്ത് ഈ വിനീതന്റെ മനസ്സ് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഓർക്കുന്നു. ഇളം വെയിലേ, നീ റൗളക്കകത്തേക്ക് വീശാറുണ്ടോ? നീ പരിശുദ്ധ നബിയുടെ റൗളയുടെ മേൽ വീശാറുണ്ടോ? സൂര്യൻ ഉദിക്കുമ്പോഴുള്ള 8 മണി 9 മണി 10 മണി സമയത്തെ ഇളം ചൂടുള്ള വെയിലേ, നീ റൗളയുടെ മേലേക്ക് വീശാറുണ്ടോ? നീ പരിശുദ്ധ നബിയുടെ പുണ്യമായ റൗളക്ക് ചൂടേൽപ്പിക്കാറുണ്ടോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കറാമത്ത് അലി ഷഹീദ് എന്ത് കവിതയാണ് എഴുതിയത് നബിയെ. നിങ്ങളുടെ റൗളയിൽ ഒരു മരമുണ്ടെങ്കിൽ, അതിന്മേലൊരു കൂടുണ്ടെങ്കിൽ, ആ കൂട്ടിരുന്നു കൊണ്ട് ഞാൻ അങ്ങ് മരണപ്പെട്ട് പോയിക്കൊള്ളട്ടെയോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ എന്നാണ് കറാമത്ത് അലി ഷഹീദ് എഴുതിയത്. സാക്ഷാൽ അദ്ദേഹം മദീനയിലെത്തി. മൗലാന അബുൽ ഹസൻ അലി നദവിയുടെ പിതാവ് പോലും ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഹക്കീം സയ്യിദ് അബ്ദുൽ ഹൈ ഹസനി റഹിമഹുല്ലാ ഈ പറഞ്ഞ കവിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയാണ്, പച്ചക്കുബ്ബ കാണുന്ന സമയം, ആദ്യത്തെ മുഹൂർത്തം, നബിയെ നിങ്ങളുടെ റൗളയിൽ ഒരു മരമുണ്ടെങ്കിൽ, ഇതാണ് ആ വരികൾ. സബ്സ ഗുംബസ് കി, നബിയെ നിങ്ങളുടെ പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബയിലുള്ള ഒരു മരം, ആ മരത്തിലൊരു കൂടുണ്ടെങ്കിൽ, ആ മരത്തിൽ കൂട്ടിലൊരു കിളിയായിട്ട് ഞാൻ പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്നു നബിയെ. അങ്ങനെ ആ കൂട്ടിൽ തന്നെ വെച്ച് മരണപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ എന്ന് ആ കറാമത്ത് അലി ഷഹീദി എന്ന കവി എഴുതി വെച്ച കവി, അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ റൗള ഷരീഫിന്റെ മുമ്പിലെത്തേണ്ട താമസം. തമന്നാ ഹെ ദറഖ്തോं पर तेरी तुर्बत का जा बैठे, നബിയെ നിങ്ങളുടെ ഖബർ ഷരീഫിന്റെ മരത്തിന്റെ കൊമ്പത്തിരിക്കാൻ മോഹിക്കുന്നു. ഖഫസ് ജിസ് വഖ്ത് ടൂട്ടെ, അപ്പ തന്നെ ഞാൻ ഇരിക്കുന്ന കൂട് പൊട്ടി മുറിഞ്ഞു വീഴാനും ഞാൻ ആഗ്രഹിക്കുന്നു. തായിറെ റൂഹ മുഖയ്യദ് കാ, എന്റെ റൂഹ് പിരിഞ്ഞ് അവിടെ വെച്ച് ഞാൻ മരിക്കാനും ആഗ്രഹിക്കുന്നു. ഈ കവിത എഴുതിക്കൊണ്ടാണ് കറാമത്ത് അലി ഷഹീദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടത്. റൗളയുടെ പച്ചക്കുബ്ബ കാണേണ്ട ആദ്യത്തെ മിനിറ്റിൽ തന്നെ അദ്ദേഹം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് തറയിൽ വീണ് പിടഞ്ഞ് മരണപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്നേഹം സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന ചില ഘട്ടങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു എന്ന് വരും. സ്നേഹം സഹിക്കാൻ കഴിയാത്ത അവസ്ഥ, സ്നേഹത്തിന്റെ ആധിക്യം താങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഉമ്മു അമ്മാറയെ പോലെ അവിടുത്തോടുള്ള സ്നേഹം ഓർക്കേണ്ടതായ അവസ്ഥ. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ അരയിൽ അരപ്പെട്ട് അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രംഗം നാം ഓർത്തു പോവുകയാണ്. ഉഹുദിൽ ഉമ്മു അമ്മാറ, അതുപോലുള്ള യുദ്ധങ്ങളിൽ ഉമ്മു അമ്മാറ, നബിയുടെ കൂടെ തന്നെ വനിതയായ സഹാബികളായ വനിതാരത്നങ്ങൾ യുദ്ധത്തിലേക്ക് പോയ സമയത്ത് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു നബിയെ അനുഗമിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. യുദ്ധക്കളത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കാൻ, അവർക്ക് കാരുണ്യം പകർന്നേകാൻ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അരപ്പട്ട കെട്ടിയ ഉമ്മു അമ്മാറ ഉഹുദിൽ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സമയത്ത് ഇബ്നു കുമയ്യ ഓടി വരുന്നത് ഉമ്മു അമ്മാറ കാണുകയാണ്. ഇബ്നു കുമയ്യ എന്ന മുശ്രിക്കുകളിൽപ്പെട്ട വ്യക്തി പറയുന്നുണ്ട്, എവിടെ മുഹമ്മദ് എവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മുഹമ്മദിനെ വകവരുത്തണമെന്നയാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഉമ്മു അമ്മാറ. ആള് പെണ്ണാണ്, പക്ഷേ ദീനിന്റെ ഉജ്ജ്വലമായ വിശ്വാസം ഏറ്റെടുത്ത ഉമ്മു അമ്മാറ തന്റെ അരപ്പട്ട മുറുക്കിക്കൊണ്ട് ഇയാളുടെ പിന്നാലെ നീങ്ങുകയാണ്. പരിശുദ്ധ നബിയോടുള്ള മുഹബ്ബത്ത് കൊണ്ട് ഹൃദയം അങ്ങേയറ്റം അഭിമാന വിജൃംഭിതമായി പോയ ഉമ്മു അമ്മാറ ഇയാളുടെ പിന്നാലെ ചെന്ന് നോക്കുമ്പോ ഇയാൾ നബിയെ മാത്രം തിരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. വേറെ ഒന്നും അയാൾ കുന്നമില്ല, പരിശുദ്ധ നബിയെ വകവരുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു അമ്മാറ തക്കം നോക്കി അയാളുടെ കാലിൽ പിടികൂടി അയാളെ ആക്രമിച്ച നിലത്തേക്ക് തള്ളിയിടുകയും അയാളെ അവസാനിപ്പിച്ചു
മരിച്ചു കളയുകയും ചെയ്ത ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ, പരിശുദ്ധ നബിയുടെ മുഹബ്ബത്തിനെ ഏറ്റെടുത്ത തൗഹീദിന്റെ പടയാളിയായി മാറിയ ഉമ്മു അമ്മാറ. അത് കഴിഞ്ഞ ഉമ്മു അമ്മാറക്കൊരു മുറിവുണ്ടായി ഉഹദിന്റെ യുദ്ധക്കളത്തിൽ. ഒരു കൊല്ലത്തോളം ഉണങ്ങാത്ത ആ മുറിവുമായി ഉമ്മു അമ്മാറ നടന്നു. അംറാഉൽ അസദ് എന്ന യുദ്ധത്തിലേക്കും ഉമ്മു അമ്മാറ പോയി. അവിടെ വെച്ച് അക്രമികളെ പിടികൂടി. ഉമ്മു അമ്മാറയുടെ രീതി ചരിത്രകാരൻ വിവരിക്കുകയാണ്. ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ അക്രമികൾ വരുന്നുവെന്ന് കണ്ടാൽ ഉമ്മു അമ്മാറ തിരിഞ്ഞു നിന്നിട്ട് ഒട്ടകപ്പുറത്തിരിക്കുന്ന ഇയാളുടെ കാലിൽ പിടികൂടുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ റസൂലിന്റെ ദീനിന് പരിശുദ്ധയായ സഹാബി രത്നമായ ഉമ്മു അമ്മാറ ശക്തിയുടെ കരുത്തിന്റെ വ്യാഖ്യാനം നൽകി. ഒരിക്കൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിവക്കത്തുണ്ട് ഉമ്മു അമ്മാറ നിൽക്കുന്നു. ഉമ്മു അമ്മാറ റസൂലിന്റെ അടുക്കൽ വന്നു. ഉമ്മു അമ്മാറ റസൂലിന്റെ അടുക്കൽ വന്ന് അത് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു അമ്മാറക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ ഉമ്മു അമ്മാറയെ അനുഗ്രഹിക്കണമേ, അല്ലാഹുവേ ഉമ്മു അമ്മാറക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണമേ, അല്ലാഹുവേ ഉമ്മു അമ്മാറയെ ഉയർത്തണമേ. ഉമ്മു അമ്മാറ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇത്രയേറെയൊന്നും ദുആ ചെയ്യണ്ട. മദീനയിലേക്കുള്ള പാത എന്ന ഈ വാർഷിക പ്രഭാഷണത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവർ ഉൾക്കൊള്ളണം. ഏറെ ദുആ ചെയ്യേണ്ട, ഇത് മാത്രം ദുആ ചെയ്താ മതി. സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഒരു സീറ്റ് നബിയേ, യാ റസൂലല്ലാഹ്, ഉജാല ജിസ്കാ ഹൈ ദോ ജഹാൻ മേ वो मेरे आका की रोशनी है. രണ്ട് ലോകത്തും കാണുന്ന വെളിച്ചം എന്റെ യജമാനനായ പരിശുദ്ധ നബിയുടെ പ്രകാശമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയൊന്നും ഉയർത്തണമെന്ന് ദുആ കണ്ട, അത്രയേറെ എന്റെ പരലോക കാര്യത്തിൽ ദുആ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒപ്പം ഒരു സീറ്റ് ചോദിക്കുന്നത് വനിതയായ സഹാബിയ രത്നമാണ്, സഹോദരിയാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ. റസൂലിനോട് ചോദിച്ചു, അങ്ങനെ ഒന്ന് ദുആ ചെയ്യുമോ? അടുത്തൊരു സീറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കുമോ? ആ സ്നേഹം ഇവിടെ കണ്ട പോലെ അവിടെയും കാണാൻ എനിക്ക് അവസരമുണ്ടാകുമോ? അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു അമ്മാറക്ക് വേണ്ടി അങ്ങനെയും ദുആ ചെയ്തു. അല്ലാഹുവേ ഉമ്മു അമ്മാറക്ക് സ്വർഗ്ഗത്തിൽ എനിക്ക് സമീപസ്ഥമായ സ്ഥാനം നൽകണമേ അല്ലാഹുവേ. അമ്മാറ പിന്നെ പറയുകയാണ്, അന്ന് മുതൽ എനിക്കെല്ലാം പുല്ലായി, ലോകം എനിക്ക് പുല്ലായി, ജീവിതം എനിക്ക് പുല്ലായി, കുടുംബം എനിക്ക് വിലയില്ലാത്തതായി, ഞാനെല്ലാം തള്ളിക്കളഞ്ഞു. അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഒരു സീറ്റിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതോടുകൂടി എന്റെ ജീവിതം മാറി, എന്റെ മനസ്സ് മാറി, എന്റെ സ്വഭാവം മാറി, എന്റെ ചുറ്റുപാട് മാറി എന്ന് ഉമ്മു അമ്മാറ. അല്ലാഹുവേ, ഞങ്ങളെ ഈ അനുഗ്രഹീത രാത്രിയിൽ നിന്റെ നബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനേ. അല്ലാഹു മസ്ജിദിന്റെ സുരക്ഷിതത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഈ രാജ്യത്ത് സമാധാനത്തോടെ കഴിയാൻ എല്ലാ വിഭാഗം ആളുകൾക്കും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, സമുദായ വ്യത്യാസമന്യേ, എല്ലാ മനുഷ്യർക്കും അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. മൈത്രിയോടെ, സ്നേഹത്തോടെ. ഇത് നബിയുടെ ദിവസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ രാത്രിയാണ്, സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഈ വിഷയത്തിന്റെ ശീർഷകം കരുണാവാൻ നബി മുത്തുരത്നമോ? അത് ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു കവിതയിലെ വാക്കാണെന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. കരുണാവാൻ നബി മുത്തുരത്നമോ? കാരുണ്യമാണ് നബി എന്ന് ഈ നാട്ടിലെ മറ്റു സഹോദര സമുദായങ്ങളിലെ പോലും മഹാന്മാരും ആചാര്യന്മാരും കണ്ടറിഞ്ഞു. ആ കാരുണ്യം പഠിപ്പിച്ച നബിയുടെ സദസ്സിൽ അല്ലാഹുവേ, ഈ രാജ്യത്തെ എല്ലാ ജനതകൾക്കും സമാധാനവും സുസ്ഥിതിയും മൈത്രിയും യശസ്സും, അക്രമമില്ലാതെ, അനീതിയില്ലാതെ, അന്യായമായ ഒരു മനുഷ്യനും ഹനിക്കപ്പെടാതെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ കഴിയുന്ന അവസ്ഥ ഈ രാജ്യത്തും എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യത്ത് സ്നേഹവും സൗഹാർദ്ദവും നൽകണമേ തമ്പുരാനെ. എല്ലാ സമുദായങ്ങൾക്കിടയിലും അല്ലാഹുവേ മൈത്രിയെയും ബന്ധത്തെയും നൽകണമേ തമ്പുരാനെ. പിന്നെ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതൊക്കെ എണ്ണിപ്പറയാൻ എന്തിന്? ഇവിടുന്ന് ഒരു നിയ്യത്ത് മതി, ഒരേ ഒരു നിയ്യത്ത്. പക്ഷെ നിയ്യത്ത് വെക്കണം, അനുഗ്രഹീതമായൊരു നിയ്യത്ത്. ദുആക്ക് ഇവിടെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ഇത്രയേറെ ആളുകൾ പഴക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, ആര് പഴച്ചാലും ഈ സദസ്സ് മുഴുവനും കൂടി പഴക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദീനിന് യോജിക്കാത്തതാണ്. അങ്ങനെ അള്ളാഹു ഈ ദീനിനെ ആക്കിയിട്ടില്ല.
റമദാന്റെ രാത്രി ഇത്രയേറെ ഉമ്മത്തീങ്ങൾ വിളിച്ചു തേടിയിട്ട് ആ ദുആ തള്ളാനുള്ള ക്രൂരതയൊന്നും റബ്ബിനില്ല. അവൻ നീതിമാനും കരുണാവാരിധിയുമാണ്. അല്ലാഹുവേ, ഞങ്ങളെ തള്ളിക്കളയല്ലേ തമ്പുരാനേ. ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന രാവുകളാണിത്, റമദാന്റെ അനുഗ്രഹങ്ങളാണ്. അല്ലാഹുവേ, നീ എത്ര കാരുണ്യവാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ തേട്ടത്തെ നീ തള്ളിക്കളയല്ലേ തമ്പുരാനേ. ഇവിടെ നിറങ്ങിപ്പോകുന്നതോടെ ഒരു ദോഷവും ബാക്കി വെക്കാതെ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ തമ്പുരാനേ. തേടാനുള്ള എന്നത്തെയും ഏറ്റവും വലിയ തേട്ടം ദോഷങ്ങൾ പൊറുക്കലാണ്. കാരണം ദോഷങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ് സ്വർഗത്തിൽ കടക്കാനുള്ള ടിക്കറ്റ്. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും തേടാൻ നമ്മോട് പറഞ്ഞത് ദോഷങ്ങൾ പൊറുക്കുന്ന കാര്യത്തിലാണ്. അവിടുന്ന് 100 വട്ടം ദിവസേന ചൊല്ലാറുണ്ടായിരുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ പുറത്തു തരണേ എന്നാണ്. ഒരു ദോഷവും ചെയ്യാത്ത അവിടുന്ന് പോലും തേടിയതെങ്കിൽ പാപികളായ ഞങ്ങൾ തേടുന്നു തമ്പുരാനേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനേ. ഖബറിൽ ഞങ്ങളുടെ ഉമ്മവാപ്പാമാരിൽ ചിലത് കിടക്കുന്നുണ്ട്. മരിച്ചവരുടെ മക്കളും മരിച്ചവരുടെ ബന്ധുക്കളുമാണിത്. മരിക്കാൻ പോകുന്നവരാണിത്. ഈ നിൽക്കുന്നവൻ മയ്യിത്താണ്, അതൊക്കെ മയ്യിത്താണ്, എല്ലാം മയ്യിത്താണ്. ഇധർ ജിന്ദഗി കാ ജനാസ ഉഠേഗാ, ഉധർ ജിന്ദഗി ഉൻകി ദുൽഹൻ ബനേഗാ. ഇവിടെ ജീവിതം പുതിയാപ്പിള പോകുമ്പോ അവിടെ ജീവിതം മയ്യിത്താവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ ഖബറുകളിൽ റബ്ബേ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ ഖബർ ശിക്ഷയുണ്ടെങ്കിൽ ഒഴിവാക്കി അവരുടെ ഖബർ ജീവിതം ശാന്തിയിലും സമാധാനത്തിലുമാക്കണമേ തമ്പുരാനേ. മക്കളായ ഞങ്ങൾ, ബന്ധുക്കളായ ഞങ്ങൾ ചൊല്ലിയതും കേട്ടതുമായ നല്ല കാര്യങ്ങൾ നിന്റെ നബിയുടെ മദ്ഹ് സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ അവർക്കും പങ്കുണ്ട് റബ്ബേ. അവരുടെ പങ്കാണിത് മുഴുവൻ, അതുകൊണ്ട് അവർക്ക് എത്തിച്ചു നൽകണമേ തമ്പുരാനേ. ഇവിടെ നിൽക്കുന്ന ഇവന്റെ ഉമ്മയും ഖബറിലാണ്, പിതാവായ ഉപ്പയും ഖബറിലാണ്. ഇവിടെയുള്ള പലർക്കും അങ്ങനെയുള്ളവരുണ്ടാകും. നമ്മളൊക്കെ മരിച്ചവരുടെ മക്കളോ മരിച്ചവരുടെ ബന്ധുക്കളോ നാളെ മരിക്കാനും മയ്യിത്തും കെട്ടിലേറാനും കാത്തു നിൽക്കുന്നവരുമാണ് സഹോദരങ്ങളെ. അത് മറക്കരുത്, മരണമാണ് വലുത്. അല്ലാഹുവേ, എന്റെ മകള് സൈനബ് ശരീരം കൊണ്ട് ക്ഷീണിച്ചവളും അവശയുമാണ്, അവളെ ഖബർ ശിക്ഷയ്ക്ക് അധീനമാക്കരുത് റബ്ബേ എന്ന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടവരെ ഖബർ ജീവിതം ശാന്തവും സുഖകരവുമാക്കി കൊടുക്കണമേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിഷമകരമായ രോഗങ്ങൾ വർദ്ധിച്ചൊരു കാലമാണിത്. എന്തൊക്കെ രോഗങ്ങളാണ്! എൻ്റെ അടുത്ത വീട്ടിലെ ഒരു സഹോദരി അടുത്ത കാലത്തോർക്കാണ്, കുഞ്ഞുമക്കളുടെ മാതാവ്, പെട്ടെന്നൊരു ദിവസം ക്യാൻസർ, പെട്ടെന്ന് ആ ക്യാൻസർ വർദ്ധിച്ചു, പെട്ടെന്ന് മരണം. എത്ര പെട്ടെന്നാണ് പ്രായം വേണ്ട ഓമന മക്കളെ യതീമാക്കിയിട്ട് മാതാവ് കടന്നുപോയത്. അതൊക്കെ ഓർത്താൽ പിന്നെ ജീവിതത്തിലുണ്ടോ വല്ല സന്തോഷവും? അട്ടഹസിക്കാൻ ആർക്കെങ്കിലും സന്ദർഭവും ഉണ്ടോ? മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി നോക്കൂ, കലണ്ടറിൽ നോക്കിയിട്ട് തന്റെ മരണത്തീയതി കാത്തു കിടക്കുന്ന മരുന്നുള്ള രോഗങ്ങളും മരുന്നില്ലാത്ത രോഗങ്ങളുമായി എത്ര പേര് വൈദ്യശാസ്ത്രം വന്ദിച്ചു നിൽക്കുന്നു. മെഡിക്കൽ സയൻസ് അത്ഭുതപ്പെട്ടു നിൽക്കുന്നു. ഇന്ന് വരെ വരാത്ത, ചികിത്സിക്കാൻ കഴിയാത്ത രോഗങ്ങളെ കൊണ്ട് ലോകം നിറയുകയാണ്. മനുഷ്യൻ ചെയ്തു പോയ സുഖങ്ങളെല്ലാം അവന്റെ അസുഖത്തിന് വേണ്ടി ആയിത്തീരുകയാണ്. സുഖത്തിന് വേണ്ടി നെട്ടോട്ടമോടിയ മനുഷ്യൻ ഇത്രയും കാലം വാരിക്കൂട്ടിയതൊക്കെ അസുഖങ്ങളാണെന്ന് 21-ാം നൂറ്റാണ്ടിലും അവന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവന്റെ സുഖത്തിന്റെ പിന്നിലുള്ള നെട്ടോട്ടമെല്ലാം ഏറ്റവും വലിയ അസുഖങ്ങളിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുകയാണ്. മാരകമായ രോഗങ്ങളും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്